വയനാട്ടുകുലവന്റെ ഉത്ഭവകഥയുടെ വേരുകൾ നീണ്ടെത്തുന്നത്. ശിവശക്തി ചൈതന്യങ്ങളുടെ അന്തസ്സത്തെ ആവിഷ്കരിക്കുന്ന ഈ കഥ ഇപ്രകാരമാണ്. ശിവപാർവതിമാർ കാട്ടിൽ വേടരൂപം പൂണ്ട് വേട്ടയാടി കേളികളിൽ ഏർപ്പെട്ട കാലം. പെട്ടെന്ന് മോഹാവേശിതനായ ഭഗവാൻ പാർവതിയെ കാമപൂർത്തീകരണത്തിന് ക്ഷണിച്ചെങ്കിലും പാർവതി വഴങ്ങിയില്ല. സ്ഖലനം സംഭവിച്ചപ്പോൾ നിലത്തു വീണ ശിവരേതസ്സിൽ നിന്നും തേന്മകൾ, കരിമകൾ, തിരുമകൾ എന്നിങ്ങനെ 3 വൃക്ഷങ്ങൾ മുളച്ചു വളർന്നു. തേന്മകൾ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും ഒലിച്ചു വന്ന മധു ശിവൻ പാനം ചെയ്തു. മദ്യലഹരിയിൽ ലയിച്ച പരമശിവൻ മതോന്മത്തനായി താണ്ഡവ നൃത്തം ആരംഭിച്ചു. ഭയചകിതയായ പാർവതീദേവി തേന്മകളുടെ അഥവാ തെങ്ങിൻ ചുവട്ടിലെ മദ്യപ്രവാഹത്തെ കൈകൊണ്ടു തടവി വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. പിറ്റേന്ന് വൃക്ഷച്ചുവട്ടിലെത്തിയ പരമശിവൻ മദ്യം കിട്ടാൻ അത്യധികം രോഷാകുലനായി തന്റെ വലം തുടയിൽ തല്ലിയപ്പോൾ ശിവാംശത്തിൽ നിന്നും ആദിദിവ്യൻ അഥവാ ആദിതീയൻ പിറവിയെടുത്തു. വൃക്ഷത്തിൽ കയറി മദ്യം ശേഖരിക്കുവാനുള്ള അവകാശം തുടയിൽ നിന്ന് പിറന്ന തൃപ്പുത്രന് നൽകിയതോടെ ദിവ്യൻ ശിവന് നിത്യേന മദ്യം ചെത്തിക്കൊടുത്തു തുടങ്ങി. മധു നേരാംവണ്ണം കിട്ടിത്തുടങ്ങിയതോടെ ശിവൻ വീണ്ടും ആനന്ദ നൃത്തമാടി.